നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ഒരു വരുന്ന ആഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. 1200 വൃശ്ചിക മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ, അതായത് ഇംഗ്ലീഷ് വർഷം 2024 ഡിസംബർ 3 മുതൽ 9-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളും നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകരൻ രാശി എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടമാണ്. മകരൻ രാശിക്കാർക്ക് ഈ വാരത്ത് രാശിയിൽ ശുക്രൻ, 2-ാം ഭാവത്തിൽ ശനി, 3-ാം ഭാവത്തിൽ രാഹു മാന്തി, 5-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കന്നിയിൽ കേതു, 11-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ, ബുധൻ, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇവിടെ രാശിധിപനായ ഗ്രഹം ശനി ബലവാനായി നിൽക്കുന്നു. ഇന്ന് വളരെ അനുകൂലമായി ലഗ്നത്തിൽ മകരം രാശിയിൽ ശുക്രൻ വന്നിരിക്കുന്നു. ഇവിടെ ശുക്രൻ സന്താനപതിയും അതേ രീതിയിൽ കർമ്മം ജോലിയെ ചെയ്തിരിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു. അതിനാൽ വിദേശയാത്ര തയ്യാറായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതേ രീതിയിൽ വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വാരമാകുന്നു. അതിന് അനുകൂല സ്ഥിതി കൈവരുത്തുന്നു ഈ ലഗ്നത്തിലെ ശുക്രൻ. ഇവിടെ യാത്രാപതിയായ ചന്ദ്രൻ ദുർബലമായി 12 നിൽക്കുന്നുണ്ട്. യാത്രാസ്ഥാനത്ത് ചൊവ്വയും നിൽക്കുന്നുണ്ട്. നമുക്ക് വിസ കൈമേൽ കിട്ടി, അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് കഴിഞ്ഞാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായി യാത്ര മുടങ്ങുന്നൊരവസ്ഥ സംജാതമാകും. അതിനാൽ യാത്ര ചെയ്യുന്നത് വരെ ആരോടും നിങ്ങളുടെ ലക്ഷ്യം പറയാതിരിക്കുക. ഒരുപക്ഷെ യാത്ര കഴിഞ്ഞിട്ടാകാം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പറയുക. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഷ്ടദൃഷ്ടി നമ്മളിൽ പതിയും. ശ്രദ്ധിക്കുക, യാത്രക്ക് മുടക്കം വരും. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 12-ൽ ചന്ദ്രൻ വരുമ്പോൾ ശത്രുക്കളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണം. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ, പലപ്പോഴും അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് ഉള്ളിൽ വിഷാദമുണ്ടാകും. അതിനാൽ മാതാവിൻ്റെ ആരോഗ്യ വിഷയമൊക്കെ വളരെ ശ്രദ്ധിക്കുക. എന്നാൽ ചാപ്നോതികാമം പ്രിയ അല്പപ്രിയത്വം, തൻ്റെ ഭാര്യയോട് ഇഷ്ടം വളരെ കുറയും. താൻ ആഗ്രഹിച്ചതിൽ പലതും ലഭിക്കില്ല. അതിനാൽ ഈ ചന്ദ്രൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. ക്ഷുദ്ര അംഗഹീന വ്യയേ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. അംഗത്തിന് ഹീനത്വം വരിക. സ്വതവേ മകരൻ രാശിയെ സംബന്ധിച്ചോളം അധകൃശ, ശരീരത്തിൻ്റെ അരഭാഗത്തിന് താഴെ തളർന്നു പോവുക, അല്ലെങ്കിൽ ബലം കുറയുക, അല്ലെങ്കിൽ അസുഖങ്ങൾ വരിക. അതിനാൽ വളരെയധികം ശാരീരിക വിഷയത്തിൽ പാദങ്ങളെ ശ്രദ്ധിക്കുക മകരൻ രാശിക്കാർ. യാത്രാ തടസ്സമുണ്ടാക്കുന്ന ഗ്രഹം ചൊവ്വയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വിവാഹ വിഷയമായാലും വ്യാപാരമായാലും യാത്രയിലും വളരെയധികം തടസ്സങ്ങളുണ്ടാക്കുന്നു 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ. മുഹൂർഭംഗത സ്പർദ്ധിനാം മേദിനിജഹ പ്രഹാരാർത്ഥിനേഹി ദമ്പതി നഹ. ശത്രുക്കളുടെ ശത്രുജന്യമായ പ്രയാസങ്ങൾ കാരണം തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കുന്നു അങ്ങേയറ്റം. ഭാര്യാഭർത്താക്കന്മാർക്കും ദാമ്പത്യത്തിൽ ക്ലേശങ്ങളുണ്ടാകുന്നു. അതിനാൽ ശത്രുജന്യമായ ദോഷങ്ങളെ മാറ്റേണ്ടുന്ന വാരമാകും. നിർബന്ധമായും ശത്രുസംഹാര ഹോമം അല്ലെങ്കിൽ ശത്രുമുട്ട് ചെയ്യുക. ദാമ്പത്യ വിഷയത്തിലുള്ള ക്ലേശങ്ങൾക്ക് പരിഹാരമായി ദമ്പതികൾ തമ്മിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദാമ്പത്യ മുട്ട് ചെയ്യുക. ഈ രീതിയിൽ തടസ്സങ്ങൾക്ക് പരിഹാരം കാണും. ഞാൻ സൂചിപ്പിച്ചു, മക്കൾക്ക് നല്ലതാണ്. സന്താന വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അതേ രീതിയിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക, പഠന സംബന്ധമായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന വാരമാകും. ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോഴും മറുഭാഗത്തുള്ള ഈ വക തടസ്സങ്ങൾക്ക് പരിഹാരം നിർബന്ധമായും നാം ചെയ്യേണ്ടതുണ്ട്. ഹയർ സ്റ്റഡീസിന് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ്. പുതിയ പുസ്തകങ്ങൾ രചിക്കുക, എഴുത്തുകാർ അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സ് തങ്ങളുടെ വർക്ക് പൂർത്തീകരിക്കുവാൻ ഈ ഒരു വാരം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സഹോദരഗണവും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത വാരമാകുന്നു. ഊർധ്വമുഖരാശി ആരൂഢാണ്. പുതിയ പദ്ധതികൾ, ആരംഭങ്ങൾ, തുടക്കങ്ങൾ, പുതിയ ബിഗിനിങ്, ഓപ്പണിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ തനിക്ക് വരുന്ന സമയമാണ്. കർമ്മമേഖലയിൽ എന്തെങ്കിലും പുത്തൻ അനുഭവങ്ങൾ വരിക, അവാർഡുകൾ കിട്ടുക,
അംഗീകാരം ബോസിൻ്റെ കൈവശത്തിൽ നിന്നും വരിക. കാരണം ഊർധ്വമുഖ രാശി ആരൂഢമാണ്. 11 സൂര്യനാണ്. രവസംഭവ സംജ ലാഭോപയാതെ നിർമ്മദ്വാരതോ രാജമുദ്രാധികാര. തൻ്റെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ രാജാവ് തന്നെ അംഗീകരിക്കുക. അദ്ദേഹം എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരിക. പ്രതാപനയിലെ ശത്രുവ സമ്പദന്തി, ശത്രുക്കളെ നശിപ്പിക്കും ഈ 11 സൂര്യൻ. ഒരു ഭാഗത്ത് ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ ധാരാളം ഞാൻ സൂചിപ്പിച്ചു. ചെറിയൊരു പരിഹാരങ്ങൾ ചെയ്താൽ ഈ സൂര്യൻ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. 11 ബുധനും അങ്ങനെയാണ്. 11 ബുധനില്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സുഖകരമായിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11 ബുധനുണ്ടെങ്കിലോ ബ്രാഹ്മണന്മാർക്ക് തന്നോട് സന്തോഷം തോന്നും. കന്യകയെ തനിക്ക് ദാനം ചെയ്യുവാൻ കഴിയും. അതിനാൽ വിവാഹ വിഷയത്തിലും ഈ ഒരു വാരം വളരെ നല്ലതാണ്. നല്ല തീരുമാനങ്ങൾ വൈവാഹിക വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുക്കനും പെണ്ണിൻ്റെ വീട്ടുകാരും പരസ്പരം കാണുക, തീരുമാനങ്ങൾ എടുക്കുക, മേൽപ്പറഞ്ഞ ശത്രുദോഷ പരിഹാരം ചെയ്യുക. അതേ രീതിയിൽ ചൊവ്വാഴ്ചകളിൽ വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ പേരിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ വളരെ അനുകൂലമാണ്. ചില പ്രിയപ്പെട്ട മകരൻ രാശിക്കാരും സുശോഭനമായൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കുംഭൻ രാശി എന്നാൽ ഇവിടെ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശനി, 2ാം ഭാവത്തിൽ രാഹു മാന്തി, 4ാം ഭാവത്തിൽ വ്യാഴം, 6ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 10ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 11ാം ഭാവത്തിൽ ചന്ദ്രൻ, 12ാം ഭാവത്തിൽ ശുക്രൻ. ഏത് ഗ്രഹങ്ങളും 12ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. കാരണം 12ാം ഭാവം നരകമാകുന്നു, പാപമാകുന്നു, പതനമാകുന്നു, കടങ്ങളാകുന്നു, അനാവശ്യമായ ചെലവുകളാകുന്നു. ഏത് ഗ്രഹവും 12ാം ഭാവത്തിൽ വന്ന് അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും നല്ലതല്ല. പക്ഷേ 12 ശുക്രൻ വന്നാൽ സധനോന്ത്യ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. ധനത്തോടു കൂടിയ വ്യക്തിയാകും. അതിനാൽ ഈ ശുക്രൻ ധനപരമായ ചില നന്മകളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും. പക്ഷെ അതും ഒരു പൂർണ്ണത ചമത്കാരി ചിന്താമണിയിൽ ഭട്ടാചാര്യൻ പറഞ്ഞിട്ടില്ല. കഥാപ്യേതി വിത്തം വിലീയേത നിത്യമെന്നാണ്. കഥാപ്യേതി വിത്തം ചിലപ്പോൾ നല്ല ഭാഗ്യത്തിൻ്റെ ഭാഗ്യമുണ്ടാകും, പക്ഷെ പലപ്പോഴും ധനം നശിച്ചു പോകും. ഗുണാനാംജ കീർത്തേഹേ ക്ഷയം മിത്രവൈരം. ഗുണങ്ങളുടെയും കീർത്തിയുടെയും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. സുഹൃത്തുക്കൾ പിണങ്ങിപ്പോകും എന്നൊരു ഫലവും പറഞ്ഞിട്ടുണ്ട്. സ്വതവേ കുംഭൻ രാശിയെപ്പറ്റി നാം മനസ്സിലാക്കണം. കുംഭൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമാകുന്നു ക്ഷയവൃദ്ധിയുത. തനിക്ക് ജീവിതത്തിൽ ക്ഷയം, നാശവും വൃദ്ധിയും രണ്ടും ഉണ്ടാകും. അതിനാൽ ഒരു നാശോന്മുഖമായ അവസ്ഥ, അതേ രീതിയിൽ ഒരു സുഖകരമായ അവസ്ഥ, ഇത് രണ്ടും നാം പ്രതീക്ഷിക്കണം കുംഭൻ രാശിക്കാർ. മറ്റു പ്രധാനപ്പെട്ട വിഷയം പരവനിതാർത്ഥ പാപനിരത. പരവനിതാർത്ഥ അന്യൻ്റെ വനിതയുടെ ധനം ലഭിക്കുക, അല്ലെങ്കിൽ ധനം കാക്ഷിക്കുക എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അന്യൻ്റെ മുതൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല ഈ ഒരു വാരം. കാരണം ശുക്രൻ 12 നിൽക്കുന്നു. അതിനാൽ സ്വർണം കടമായി വാങ്ങുക, അല്ലെങ്കിൽ തൻ്റെ ധനം, സ്വർണം നഷ്ടപ്പെടുക, ബാങ്കിൽ വെച്ച സ്വർണം പോവുക. അന്യ സ്ത്രീകൾ കൊണ്ട് ധനം കിട്ടുന്ന രാശിയാണ് കുംഭൻ രാശി. അവിടെ ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ സ്ത്രീകൾ കൊണ്ട് തനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഇവിടെ പക്ഷേ നിർഭാഗ്യവശാൽ ശുക്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ സ്ത്രീ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം, സുഹൃത്തുക്കളുമായുള്ള സൗഹൃദങ്ങളും ശ്രദ്ധിക്കണം. ഇവിടെ സുഹൃത്തുക്കളെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ദുർബലമായി നിൽക്കുന്നത്. 2 വീലർ വളരെയധികം ശ്രദ്ധിക്കണം, വാഹനങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി 1 രൂപ ചിലവാക്കേണ്ടുന്ന സ്ഥലത്ത് 10 രൂപ നശിച്ചു പോകുന്നൊരവസ്ഥ സംജാതമാകും. അതിനാൽ സാമ്പത്തിക വിഷയം ശ്രദ്ധിക്കുക, സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക. അച്ഛനെ പിണക്കരുത്. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന വാരമാകുന്നു. അതിനാൽ സ്വത്ത് വിൽപ്പനയുണ്ടെങ്കിൽ അതിനനുകൂലമാണ്. നഷ്ടപ്പെട്ടു പോകും, സ്വത്ത് തനിക്ക് കൈമോശം വരും. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം വിവാദങ്ങളിൽ ചാടാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ചതിക്കും. സ്ത്രീകളിലൂടെ ചതിവ് വരുന്ന വാരങ്ങളാകുന്നു കുംഭൻ രാശിക്കാർക്ക് മുമ്പിലുള്ളത്. കണ്ണടച്ച് സ്ത്രീകളെ വിശ്വസിക്കരുത്. നമുക്കെതിരെ അപഖ്യാതികൾ ഒക്കെ പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സ്ത്രീകൾ ശ്രമിക്കുന്ന വാരമാകുന്നു. വളരെ ജാഗ്രത പാലിക്കുക. കർമ്മമേഖലയിൽ സൂര്യനും ബുധനുമുണ്ട്, അത് നല്ലതാണ്, അധികാരത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ കർമാധിപനായ ചൊവ്വ കുംഭൻ രാശിക്കാർക്ക് ബാധാസ്ഥാനത്ത് നിൽക്കുന്നു. നല്ല കർമ്മം ഉദ്ദേശിച്ച് ചെയ്യുന്ന പല കർമ്മങ്ങളും വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക കുംഭൻ രാശിക്കാർ. സന്താന വിഷയത്തിന് അനുകൂലമായ സമയമാണ്.
5-ാം ഭാവത്തിലേക്ക് ചന്ദ്രദൃഷ്ടിയുണ്ട്. 5-ാം ഭാവാധിപനെ ബുധനും നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. അതിനാൽ വിവാഹ വിഷയങ്ങൾ, ഗർഭധാരണം അല്ലെങ്കിൽ സന്താനത്തിന് വേണ്ടിയുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ഈ വാരം കുംഭൻ രാശിക്കാർ നടത്തട്ടെ. ഇവിടെ അനുകൂലമായി വരും. പ്രതീക്ഷയുടെ രാശിയാണ് കുംഭൻ രാശി. ഭയപ്പെടരുത് കുംഭൻ രാശിക്കാർ. ഇവിടെ ശനി വളരെ ബലവാനായി നിൽക്കുന്നു. ഭൂമി നഷ്ടപ്പെടുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. അതിനാൽ തനിക്ക് ആവശ്യമില്ലാത്ത ഭൂമി താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. അതേ രീതിയിൽ പൂർവികമായ സ്വത്ത് തൻ്റെ കൈവശം വന്ന് തനിക്ക് വേണ്ട അതും വിൽക്കാം. അതിനൊക്കെ നല്ലതാണ്. ആ സാമ്പത്തികമായ ലഭിക്കുന്ന ധനത്തെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. സ്പിരിച്വലായ ഒരു സുഖം ലഭിക്കുന്ന വാരമാണ്. മെറ്റീരിയലായ സുഖങ്ങൾക്ക് പ്രാധാന്യമില്ല. കാരണം ശുക്രൻ 12-ലാണ്. അതിനാൽ ഭൗതിക സുഖത്തെ ത്യജിക്കുക. ആത്മീയമായ സുഖത്തിലൂടെ സുഖഭോഗങ്ങൾ ആത്മീയമാകട്ടെ. ഇവിടെ ലഗ്നത്തിലെ ശനി യഥാർത്ഥത്തിൽ ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. 4-ലെ വ്യാഴവും അപ്രകാരമാണ്. തപസ് എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും മനഃശാന്തി വളരെയധികം കൈവരുന്ന വാരമാണ്. ഭൗതിക സുഖത്തെ ഒരു സുഖമായി കണക്കാക്കാതിരിക്കുക. പലപ്പോഴും ഭൗതിക സുഖം വളരെയധികം ക്ലേശങ്ങളാണ് നമുക്ക് തിരിക്കുക. ആത്മീയമായ സുഖമാണെങ്കിലോ അതിൽ നിന്നും കിട്ടുന്ന ഒരു ഊർജ്ജസ്വലത, ആത്മീയമായ എനർജി, അത് വർണ്ണനാതീതമാണ്. നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും. പ്രണയം പരാജയപ്പെടുന്ന വാരമാകുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രണയ പരാജയം വരിക എന്നിട്ട് വാശിയോടുകൂടി അവരെ ഉപദ്രവിക്കാൻ നോക്കുക. സ്ത്രീകൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന വാരമാണ്, പെൺകുട്ടികൾ. അതിനാൽ കണ്ണുമടച്ച് തൻ്റെ കാമുകനെയോ അല്ലെങ്കിൽ ഭാര്യമാർ തൻ്റെ ഭർത്താക്കന്മാരല്ലാത്ത വിവാഹേതര സൗഹൃദത്തിലോ ചെന്ന് പെട്ട് മാനസികമായ അസ്വസ്ഥതകൾ വാങ്ങാതിരിക്കുക. ഇവിടെ ഒറ്റ പരിഹാരമേ ഉള്ളൂ. അടുത്തുള്ള ധർമ്മദേവ സങ്കേതത്തിൽ പോയി അവിടെ വിളക്കിലേക്ക് എണ്ണയും തിരിയും കൊടുക്കുക. ഉത്സവ സമയത്ത് മലബാറിലൊക്കെ ഉത്സവത്തിൻ്റെ സമയമായി അന്നദാനം ചെയ്യുക. അതേ രീതിയിൽ വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് വിളക്കുമാല പായസം വഴിപാടായി സമർപ്പിക്കുക. ചൊവ്വാഴ്ചകളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കർമ്മസംബന്ധമായ തടസ്സം മാറാൻ കർമ്മമുട്ടി ചെയ്യുക. ശത്രുസംഹാര കുരുതിയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മീനരാശി എന്നാൽ നിങ്ങൾക്കിന്ന് വളരെ പരിചിതമായിരിക്കുമല്ലോ. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ നടക്കുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി. ഇനി മീനൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു മാന്തി, 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ ശുക്രൻ, 12-ൽ ശനി. ഇവിടെ മീനൻ രാശിക്കാർക്ക് യാത്രാപതിയായ ഗ്രഹം ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. തീർത്ഥാടനത്തിന് ധാരാളം സാധ്യതകളുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസവുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വരുന്നു ഈ ഒരു വാരം. പ്രത്യേകിച്ച് ശബരിമല സീസണൊക്കെയാണ്. അപ്പോൾ ധാരാളം 4-അമ്പല ദർശനം അല്ലെങ്കിൽ 2-അമ്പല ദർശനം, 3-അമ്പല ദർശനങ്ങളൊക്കെ തുടങ്ങി ധാരാളം അമ്പലങ്ങൾ ഇന്ന് നമുക്ക് ഓപ്പണായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും മലബാറിലെ ജനങ്ങൾ 4-അമ്പല ദർശനം തുടങ്ങി കൊടുങ്ങല്ലൂർ മുതൽ ഗുരുവായൂർ മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വരെ പോകുന്നു. തിരുവിതാംകൂറുകാർ വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ കൊട്ടിയൂർ ദർശനം മുതൽ തുടങ്ങും. പറശ്ശിനിക്കടവ് ഉത്സവ സമയമാണ്. അതേ രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇടക്കാലത്ത് പൊന്തി വന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം, അതേ രീതിയിൽ പെർളശ്ശേരി നാഗക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, അക്രേരി തുടങ്ങിയ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങോളം ഇങ്ങോളം മലബാറുകാർ തെക്കൻ ജില്ലകളിലേക്കും തെക്കൻ ജില്ലക്കാർ വടക്കൻ ജില്ലയിലേക്കും വരുന്ന നല്ലൊരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു. ഇപ്പോൾ ധാരാളം പേർ കൊറോണയ്ക്ക് ശേഷം ടെമ്പിൾ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. മൂകാംബികയിൽ ധാരാളം പേർ സഞ്ചരിക്കുന്നു. കന്യാകുമാരിയിലേക്ക് ധാരാളം പേർ സഞ്ചരിക്കുന്നു. സംഘങ്ങളായി ജനങ്ങൾ ഒരു മാനസികമായ തയ്യാറെടുപ്പിലാണ്. അതിന് ഈ ഒരു വാരം വളരെ നല്ലതാണ്. 9-ലെ ബുധൻ അങ്ങനെയാണ്. ബുധോധർമ്മകേ ധർമ്മശീല അതിധീമാൻ ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക. ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുവാൻ പോലും ആഗ്രഹിക്കുന്നു. ദീക്ഷ എടുത്തുകൊണ്ട് പോകുന്നു. തന്നെ കുലത്തിന് പ്രകാശം പരത്തും 9-ലെ ബുധൻ. അതിനാൽ പല കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കാം. പഠന വിഷയത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കി അതിലൂടെ സത്പേര് തൻ്റെ കുലത്തിന് വരുത്തുവാൻ മീനൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. ഇവിടെ 10-ാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ടുണ്ട്. അത് സുലഭായോഗമാണ്. സാമ്പത്തികമായി വളരെ ആനുകൂല്യം ലഭിക്കുവാനുള്ള വാരമാകുന്നു. സ്കോളർഷിപ്പിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് ശ്രമിക്കാം. അതേ രീതിയിൽ മറ്റ് പല യാത്രയ്ക്ക് വേണ്ട
സൗഭാഗ്യങ്ങൾ, പരീക്ഷ എഴുതി ടെസ്റ്റ് പാസ്സാവുക, ഇതൊക്കെ മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. ഇവിടെ യാത്രാപതിയായ ഗ്രഹം ബുധനും ലഗ്നാധിപനായ വ്യാഴവും പരസ്പരം സമസപ്തമത്തിൽ മാനവശ്രേഷ്ഠ യോഗം ചെയ്ത് നിൽക്കുന്നു. അതിനുവേണ്ട ഊർജം, ധൈര്യം 9-ലെ സൂര്യൻ കൊടുക്കും. എടുത്തു ചാടേണ്ട എന്ന് മാത്രം. സാഹസികമായ പ്രവർത്തനങ്ങളിൽ പോകാതെ സാവധാനം കാര്യങ്ങൾ നീക്കുക. ഓരോ കരുക്കളും മീനൻ രാശിക്കാരെ സംബന്ധിച്ചാൽ വളരെ അനുകൂലമായിരിക്കും. ഇവിടെ യാത്രക്ക് പ്രയാസമുണ്ടാക്കുന്നത് 7-ാം ഭാവത്തിലെ കേതു മാത്രമാണ്. അതിനാൽ രാഹുകേതു മന്ദിരത്തിൽ സർപ്പബലിയോ ആയില്യപൂജയോ അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനയോ ചെയ്യുന്നത് വളരെ ഗുണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മീനൻ രാശിക്കാർക്ക് ഇപ്പോഴും 7ര ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. 7ര ശനിയുണ്ട്. ആ ശനിയുടെ ഒരു സന്തോഷം വരുത്തുന്നത് വളരെ ഗുണമായി. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു പ്രത്യേക ഉത്തേജനം നൽകട്ടെ. ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ ശ്രീരാമസ്വാമി അല്ലെങ്കിൽ വിഷ്ണുസ്വാമിക്ക് പാൽപ്പായസം തുളസിമാല വഴിപാടായി ചെയ്യുന്നതും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും. യാത്രയിലെ തടസ്സം മാറണമെങ്കിൽ ഗത ഒപ്പിക്കൽ എന്ന കർമ്മമുണ്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ. ഹനുമാൻ ചാലീസ ജപിക്കുക. ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥനയും വളരെയധികം ഉപകരിക്കും. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശി പ്രേക്ഷകർ അതിശോഭനമായ ഒരു വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.